സർട്ടിഫിക്കറ്റ് ഉള്ള PhDയും PhDക്ക് മേലെ PhD ഉള്ളവർ ജോലി കിട്ടാതെ നടക്കുന്നുണ്ട് ഇല്ലേ? വെറും 4ാം ക്ലാസ്സും കുസ്തിയുള്ളവർ വലിയ ബിസിനസ്സുകാരായി നടക്കുന്നുണ്ട് ഇല്ലേ? എന്താ കാരണം എന്നറിയോ? സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് റിസ്ക് കിട്ടുന്നതെങ്കിൽ ആളുകൾ വിചാരിക്കും റിസ്ക് തരുന്നത് സർട്ടിഫിക്കറ്റാണ്, അല്ലാഹു അല്ല. അതുകൊണ്ടാണ് അല്ലാഹു റിസ്ക് വേറെയാണ്. നിങ്ങൾ പഠിക്കണം, ജോലിക്ക് വേണ്ടി പഠിക്കേണ്ട, ജോലിയും ഇതൊക്കെ തരുന്ന അല്ലാഹു. അത് റബ്ബിന്റെ രീതിയാണ്, അത് പടച്ചവൻ കണക്കാക്കി വെച്ചതാണ്. നിങ്ങൾ പഠിക്കണം, ഇൽമുണ്ടാവാൻ വേണ്ടി പഠിക്കണം. ലേൺ ഫോർ ദ സേക്ക് ഓഫ് നോളജ്, എന്തിനല്ല? ഫോർ ദ സേക്ക് ഓഫ് വേജ്. അതിനല്ല പഠിക്കേണ്ടത് ഇൽമു പഠിക്കാനാണ്. അതിനുവേണ്ടി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് ജോലി കിട്ടും വിചാരിക്കേണ്ട. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ല. كم عاقل عاقل نعيت مذاهبه وجاهل جاهل تلقاه مرزوقا هذا الذي ترك اللوهام حائرة وصير العالم النحرير زنديقا. എത്ര ബുദ്ധിയുള്ള ആളുകൾ! كم عاقل عاقل نعيت مذاهبه. ഒരു ജോലിയും കിട്ടാതെ നടക്കുന്ന എത്ര ബുദ്ധിമാനികളുണ്ട്, പഠിച്ചവരുണ്ട്, എത്ര ആൾക്കാരുണ്ട്. വജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖാ. എല്ലാ എക്സാമിലും വട്ടപൂജ്യം വാങ്ങിയിരുന്ന ആളുകൾ എത്ര നല്ല പൈസക്കാരായി ലോകത്ത് ജീവിക്കുന്നുണ്ട്. തൽഖാഹു മർസൂഖാ. ഇത് മനുഷ്യനെ അന്ധാളിപ്പിച്ചു കളഞ്ഞു. മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി, ഇതെന്തു കഥയാണ്, ഇത് ദൈവത്തിന്റെ നീതിയാണോ എന്ന് പോലും ചിലർ ചോദിച്ചു. ചില ആളുകൾ മതം വിടാൻ വരെ കാരണമായി. ഇങ്ങനെയാണോ പടച്ചോൻ ചെയ്യുന്നത്? ഞങ്ങൾ ഇത്രയൊക്കെ പഠിച്ചുണ്ടാക്കിയിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല. എന്നാൽ എന്നും ബാക്ക് ബെഞ്ചിൽ അടികൊണ്ട് സസ്പെൻഷനിൽ കിടന്നിരുന്ന ആൾക്കാർ, അവരൊക്കെ വലിയ വലിയ ബിസിനസ്സുകാർ, അവരുടെ കമ്പനിയിൽ ചെന്ന് ഞാൻ ജോലിക്കാരനായി ചേരേണ്ട അവസ്ഥയാണ്. ഇതെന്ത് നീതിയാണ് എന്ന് പോലും ചിലർ ചോദിച്ചു. പക്ഷേ ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു നീതിമാൻ തന്നെ. ഭക്ഷണം തരുന്നത് ആരാ? അള്ളാഹുവാ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ല എന്ന് മനസ്സിലാക്കി തരാൻ മാത്രം. അള്ളാഹു റാസിഖ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും സർട്ടിഫിക്കറ്റ് റിസ്ക് തരുന്നത്. ഒരിക്കലുമല്ല. وَيْكَأَنَّ اللَّهَ يَبْسُطُ الرِّزْقَ لِمَن يَشَاءُ مِنْ عِبَادِهِ وَيَقْدِرُ. അല്ലാഹു അവന്റെ ദാനം അല്ലാഹു നൽകുന്നത് ചുരുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ചിലർക്ക് കുറച്ചു കൊടുക്കും, ചിലർക്ക് ഒരുപാട് കൊടുക്കും. ഇവർ തിരിച്ചറിഞ്ഞു. ഇന്നലെ വരെ അവർ പറഞ്ഞത് ഞങ്ങൾ ഖഹ്റൂനെ പോലെ ആയെങ്കിൽ എന്നാ. അല്ലാഹു പിടിച്ചങ്ങ് താഴ്ത്തിയപ്പോൾ അവരെങ്ങ് പ്ലേറ്റ് മാറ്റി. ഓ ശരിയാണ് കേട്ടോ, പടച്ചോൻ കൊടുക്കും, കൊടുക്കാതിരിക്കും. ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ. നമ്മൾ കൊതിച്ചതിന്റെ പേരിൽ ഖാറൂനെ താഴ്ത്തിയതുപോലെ അല്ലാഹു നമ്മയും താഴ്ത്താൻ കഴിയുന്നവനായിരുന്നു. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ നശിപ്പിച്ചില്ല. വൈകഅന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. അല്ലാഹുവിനെ നിഷേധിച്ചവനായിരുന്നു ഖാറൂൻ. അതുകൊണ്ട് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. ദൈവനിഷേധം പറയുന്ന ആളുകൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ എഴുതി വെച്ചോ. നിരീശ്വരവാദികൾ ലോകത്ത് ഒരുപാടുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, നമ്മൾ അതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. പക്ഷെ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം നമുക്ക് പറയാം. വൈകഅന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. ഈ പ്രപഞ്ചവും നമ്മെ തന്നെയും നമ്മുടെ ശരീരവും നമ്മുടെ ബ്രെയിനും നമ്മുടെ കണ്ണും നാവും സംസാരിക്കാനുള്ള, ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവും ചിന്തയും മനസ്സും രക്തധമനികളുമെല്ലാം നമ്മുടെ ദേഹത്തുണ്ടായിരിക്കെ ഇത് വെറുതെ പൊട്ടിമുളച്ചതാണെന്ന് പറയുന്ന ഒരു മനുഷ്യനും വിജയിക്കാൻ കഴിയില്ല. ഒരിക്കലും അവർക്ക് വിജയിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ സമാധാനം ഉണ്ടാവില്ല. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നാലും ആരോ പഠിച്ചതന്നെയല്ലേ നമ്മളിങ്ങനെ പൊട്ടിമുളക്കോ. അവൻ അതിൻ്റെ ആ സംഘടനയുടെ നേതാവായിരിക്കും. പക്ഷെ അവൻ്റെ ഉള്ളിലും എന്നാലും ശരി തന്നെയാണോ നമ്മൾ ഈ വിളിച്ചു പറയുന്നത്? ആത്മസംഘർഷത്തിലാണ് ദൈവനിഷേധികൾ. ഒന്നിനും ഒരു അർത്ഥം കാണാൻ പറ്റുന്നില്ല. ഒന്നിലും അർത്ഥമൊക്കെ വെറുതെ ഉണ്ടായെന്നല്ലേ പറയാ. ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ഒരു ചെറിയ പുല്ലിന്റെ കതിരിൽ പോലും അല്ലാഹുവിന്റെ മുഅ്ജിസത്ത് കാണാൻ കഴിയും. ഇരുളിലും വെളിച്ചത്തിലും നമ്മൾ കേൾക്കുന്ന ചീവീടുകളുടെ ശബ്ദത്തിൽ പോലും അല്ലാഹുവിന്റെ ഖുദ്റത്തുണ്ട്.
കൊച്ചു കൊച്ചു ഉറുമ്പിന്റെ ഉള്ളിലും ഈച്ചക്കുള്ളിലും കൊതുകിനുള്ളിലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം ഒരു മുഅ്മിന് കാണാൻ കഴിയും. എന്നാൽ വലിയ വലിയ ജന്തുക്കളിൽ ഭീമമായ ജീവജാലങ്ങളിൽ പോലും ദൈവനിഷേധികൾക്ക് എന്ത് കാണാനുണ്ട്? മീനിങ്ലെസ്, ടോട്ടൽ റാൻഡംനെസ്. ഇതാ അവര് പറയാ, ദൈവമില്ലാതെയാണ്, പടച്ചവനില്ലാതെയാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്ന് ആര് പറയുകയാണെങ്കിൽ തന്നെയും അവരാർക്കും വിജയിക്കുക സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിടുന്നു. എന്നിട്ടൊരു കാര്യം പറയുകയാണ്, മരണത്തിന് ശേഷം നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ആഖിറത്തിന്റെ ലോകമുണ്ട്, പരലോകം. അത് മരണത്തിന് ശേഷം പ്രപഞ്ചത്തിന്റെ ഒരു മരണം നടക്കുന്നു, അതാണ് ഖിയാമത്ത് നാൾ. മനുഷ്യരുടെ മരണത്തിന് ശേഷം ഖിയാമത്ത് എന്ന ഈ പ്രപഞ്ചത്തിന്റെ ഒരു മരണമുണ്ട്. ആ മരണം കൂടെ കഴിഞ്ഞാൽ സംവിധാനിക്കപ്പെടുന്ന മഹ്ശറയുടെ വിചാരണ കഴിഞ്ഞാൽ പോകുന്ന ഒരു ലോകമുണ്ട്. തിൽക്കദ്ദാറുൽ ആഖിറ, സ്വർഗം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. നജഅലുഹാ, അത് നാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. സ്വർഗം ഇപ്പോൾ നിലവിലുണ്ട്. അൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്, സ്വർഗം നിലവിലുള്ളതാണ്, അത് ഊഹാപോഹമല്ല, അത് ഹഖാണ്. അപ്പോഴേ മുസ്ലിം ആവുള്ളൂ. സ്വർഗം ഉള്ളതാണ്, നരകം ഉള്ളതാണ്. വസ്സിറാത്തു ഹഖ്ഖുൻ, സിറാത്ത് എന്ന പാലം ഇപ്പോൾ നിലവിലുള്ളതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഈ ലോകം കാണാൻ പറ്റുന്നുണ്ട്, അത് പറയാതെ. ഈ ലോകം മുഴുവൻ കാണാൻ പറ്റുന്നുണ്ട്. കോടാനുകോടി നക്ഷത്രങ്ങളുള്ള താരസമൂഹങ്ങളുള്ള ഈ പ്രപഞ്ചം മനുഷ്യന്റെ ദൃശ്യപ്രപഞ്ചത്തിന്റെ കേവലം 4% ആയിട്ടുള്ളൂ. ബാക്കി 96% കാണാൻ കിട്ടിയിട്ടില്ല. എന്നാണ് പരലോകത്തിനെ സംബന്ധിച്ച് ചോദിക്കുന്നത്. ഈ ദൃശ്യപ്രപഞ്ചം കാണാൻ പറ്റിയില്ലല്ലോ. പ്രപഞ്ചത്തിന് അതിര് വേണ്ടേ, ലിമിറ്റ് വേണം. നിരീശ്വരവാദികൾ തന്നെ പറയും അനശ്വരമായി തുടരാൻ പാടില്ല, പ്രപഞ്ചത്തിൽ ലിമിറ്റ് വേണം. നക്ഷത്രങ്ങൾ എവിടെയും പോയി മുട്ടണം, പക്ഷെ എവിടെ മുട്ടുന്നില്ല, വികസിച്ചുകൊണ്ടേയിരിക്കുക. എന്താ മുട്ടാത്തതെന്നറിയോ? ആ സ്ഥലം കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ ആ സ്ഥലം ഉണ്ടാവണ്ടേ, വേണം. അങ്ങനെ പ്രപഞ്ചത്തിനൊരു അതിരുണ്ടെങ്കിൽ ആ അതിരാണ് ഒന്നാനാകാശം. ഒന്നാനാകാശം എവിടെയാണെന്ന് പോലും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഈ ദൃശ്യപ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ, താരസമൂഹങ്ങൾ, they are expanding one from another. ഒന്ന് മറ്റൊന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇവിടെ നിന്ന് ഒരാൾ നീങ്ങി അവസാനം ഈ കട്ടലിൽ പോയി മുട്ടണ്ടേ, അല്ലേ? എവിടെയെങ്കിലും പോയി അവസാനിക്കണ്ടേ? ഈ സ്റ്റേഡിയം എവിടെയെങ്കിലും മൂലൊക്കെ തട്ടണ്ടേ? തട്ടൂല, വേണ്ടേ, വേണ്ടെങ്കിൽ തട്ടണ്ടേ? അങ്ങനെ ഒരു ഇടം പ്രപഞ്ചത്തിൽ കാണുന്നില്ല. നക്ഷത്രങ്ങൾ എവിടെ പോയി നിൽക്കുന്നത്, ഒരറ്റം കാണുന്നില്ല. അപ്പം നമുക്ക് എവിടെയാണ് ആകാശം എന്ന് പറയാൻ കഴിയില്ല. ഈ നീല നിറം കാണുന്നതല്ലല്ലോ ആകാശം. പ്രകാശത്തിന്റെ വികിരണം സംഭവിക്കുന്നവ അതിൻ്റെയൊക്കെ എത്രയോ നക്ഷത്രങ്ങൾക്ക് മുകളിൽ, താരസമൂഹങ്ങൾക്കപ്പുറത്ത്, ബില്യൺ കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറം ഇതിനൊരു അറ്റം വേണം. ആ അറ്റം ഇതുവരെ ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആർക്ക് പറ്റി? മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി. മിഅ്റാജിന്റെ രാവിൽ ഹബീബ് അനുഭവിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സമാഉദ് ദുനിയയും സമാഉൽ സാനിയ, സമാഉൽ സാലിസ, സമാഉൽ റാബിഅ, സമാഉൽ ഖാമിസ, സമാഉസ് സാദിസ വസ്സമാഉസ് സാബിഅ വമാ ഫൗഖഹ. 7 ആകാശങ്ങളും അതിനപ്പുറവും നബി തങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാദിഖും മസ്ദൂഖുമായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ സ്വർഗ്ഗം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഉള്ളതാണോ? അതേ, ഉള്ളതാണ്. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا. ഭൂമിയിൽ അരക്ഷിതത്വം ഉണ്ടാക്കാതെ, ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മാന്യന്മാരായി സൗമ്യരായി ജീവിക്കുന്ന ആളുകൾക്കാണ് നാളെ പരലോകത്തിന്റെ വിജയം. ഖാറൂൻ എങ്ങനെ നടന്നത്? അഹംഭാവത്തിലാ, അഹങ്കാരത്തിലാ നടന്നത്. പക്ഷേ ഭൂമിയിൽ വിനയത്തോടെ ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ, ഭൂമിയിൽ ഉയരണം, ഭൂമിയിൽ വലിയ ആളാവണം എന്ന ഒരു ചിന്തയുമില്ലാതെ അല്ലാഹുവിനനുസരിച്ച് പച്ചയായ റബ്ബിന്റെ അടിമയായി ജീവിക്കുന്ന ആളുകൾ വലാ ഫസാദാ,
ഒരു മഹല്ലിലും ഒരു വീട്ടിലും ഒരു നാട്ടിലും ഒരു പഞ്ചായത്തിലും ഒരു കുഴപ്പമുണ്ടാക്കാതെ നടക്കുന്നവർ, അവർക്കുമാണ് സ്വർഗം. കുളം കലക്ക സ്വർഗം കിട്ടൂല, കലക്കൽ കിട്ടും. ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ കലങ്ങി ഉഷാറാക്ക, സ്വർഗം കിട്ടുമോ? കിട്ടൂല. വലാ ഫസാദ. മുഅ്മിനീങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്നത് സ്വർഗം നഷ്ടമാവാൻ കാരണമാണ്. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. അവസാന വിജയം അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് മാത്രമാണ്. ദുനിയാവിൽ ചില ആളുകൾക്ക് അവാർഡ് കിട്ടും, വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. അതൊന്നും ചിലപ്പോൾ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. മുഅ്മിനീങ്ങൾ അവർക്ക് ലഭിക്കും അൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സ്വർഗ്ഗലോകത്ത് അല്ലാഹു അവരെ പ്രകാശത്തിന്റെ കിരീടം വെച്ച് സ്വീകരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു ഈ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് ഒരായത്ത് കൂടെ പറയുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ. ഒരു നന്മ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അതിലും ഖൈറായത് അല്ലാഹു നൽകും. ഒരു സിംഗിൾ പെന്നി, ഒരു പൈസ, ഒരു 10 രൂപ, ഒരു 100, 1000, 1,00,000, നിങ്ങൾ എന്താണോ അല്ലാഹുവിന് നൽകുന്നത്, നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം, നിങ്ങളുടെ നല്ല വാക്കുകൾ, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ നല്ല മനസ്സ്, നിങ്ങളുടെ മനം നിറഞ്ഞ പുഞ്ചിരി, ഇതിനൊക്കെ കൂലി ഉണ്ടാവും. അല്ലാഹു അതിലും ഖൈർ നിങ്ങൾക്ക് നൽകും. വമൻ ജാഅ ബിസ്സയ്യിഅ, ആരെങ്കിലും തിന്മയുമായി വന്നാൽ തൗബ ചെയ്യാതിരിക്കുകയും ചെയ്താൽ, തിന്മ ചെയ്താൽ പിന്നെ അങ്ങനെയല്ല, അത് മുർജിഅത്തിന്റെ വാദം. തിന്മ ചെയ്തു, തെറ്റ് സംഭവിച്ചു പോയി, പുരുഷന്മാരാണ്, പക്ഷെ തൗബ ചെയ്തു, അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങി, റബ്ബേ മാപ്പാക്കി തരണമെന്ന് പറഞ്ഞു. ഫലാ യുജ്സല്ലദീന അമിലുസ്സാലിഹാതി ഇല്ലാ മാ കാനൂ യഅമലൂൻ. തൗബ ചെയ്തവർക്ക് അല്ലാഹു പുറത്തു തരും. എന്നാൽ തൗബ ചെയ്യാതെ ദുഷ്കർമ്മികളായി ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് തിന്മ തന്നെയാണ് പ്രതിഫലം നൽകപ്പെടുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഭൗതികതയെ വീക്ഷിക്കുമ്പോൾ സജ്ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് അവരെയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഖാറൂനിനെ പോലോത്ത സമ്പത്തിന്റെ വാദികളുടെ പിന്നാലെയല്ല ഒരു സത്യവിശ്വാസി പോകുന്നത്, തിന്മയുടെ പക്ഷത്തുമല്ല സത്യവിശ്വാസി നിൽക്കേണ്ടത്, സജ്ജനങ്ങളുടെ പക്ഷത്താണ്. അവര് ദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിച്ചവരാണെങ്കിലും അവരുടെ മനസ്സ് നന്നെങ്കിൽ, കർമ്മങ്ങൾ നന്നെങ്കിൽ അവർ നല്ലവരാണ്. നിങ്ങൾ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ഭൗതികമായ മനുഷ്യന്റെ ചില കണക്ക് കൂട്ടലുകൾക്കപ്പുറത്താണ് അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ. ഒരു ഹദീസ് പറയട്ടെ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്, ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിലുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പിഞ്ചു മക്കളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ഹദീസാണത്. സംസാരപ്രായം എത്തുന്നതിന് മുമ്പ് അത്ഭുതകരമായി സംസാരിച്ച 3 മക്കളെ നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്. കൊച്ചുപ്രായത്തിൽ സംസാരപ്രായം എത്തുന്നതിന് മുമ്പ് ഈസാ നബിയൊക്കെ സംസാരിച്ച പോലെ സംസാരിച്ച 3 മക്കളുണ്ട്. പക്ഷെ 3 പേരെ നബി തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു ഹദീസ് ഉണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത്. പുണ്യനബി തങ്ങൾ പറയുന്നു, വകാനത് ഇംറഅത്തുൻ തുർദിഉ ഇബ്നൻ ലഹാ മിൻ ബനി ഇസ്രായീൽ. ഇസ്രായേൽ മക്കളിൽ കഴിഞ്ഞുപോയ, ഇന്നത്തെ ഫലസ്തീനിലോ ലബനാനിലോ സിറിയയിലോ ജോർഡാനിലോ ആ പരിസരങ്ങളിൽ ജീവിച്ച ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയായിരുന്നു, പിഞ്ചു പൈതലിന്. നല്ല ആരോഗ്യമുള്ള മസിലുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല മസിലു കാണിച്ച് ഷോ ഓഫ് ചെയ്ത് തന്റെ വീടിന്റെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കുഞ്ഞിനെ മടിയിലിരുത്തി പാല് കൊടുക്കുന്ന ഉമ്മ പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ബിനി മിഥ്ലഹ്, പടച്ചവനെ എന്റെ മോനെ ഇയാളെ പോലാക്കേണമേ എന്ന് പറഞ്ഞു. ഈ മനുഷ്യനെ പോലാക്കേണമേ, നല്ല ആരോഗ്യമുള്ള നല്ല ചെറുപ്പക്കാരനാക്കണേ എന്നാണ് ഉമ്മ ഉദ്ദേശിക്കുന്നത്. ഫതറക തദിയഹാ വഅഖ്ബല അല റാകിബ്. ആ കുഞ്ഞ് തന്റെ പാലുകുടി നിർത്തുകയും ആ പോകുന്ന മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ
ലാ തജ്അൽനി മിഥ്ലഹു, ആ മനുഷ്യനെ പോലെ എന്നെ ആക്കിക്കളയരുതേ റബ്ബേ. ഇതൊരു അത്ഭുതമാണ്. സംസാരിക്കാൻ പ്രായമായിട്ടില്ലാത്ത കുഞ്ഞ് സംസാരിച്ചു എന്ന് പറയുന്ന ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖ് അലൈഹിയായ ഹദീസാണ്. നിഷേധിക്കാൻ പറ്റാത്ത ഹദീസ്. പാലുകൂടി നിർത്തിയിട്ട് പറയാം, ഉമ്മ പറഞ്ഞു എന്റെ കുഞ്ഞിനെ ആ മനുഷ്യനെ പോലെ ആക്കണേ. കുഞ്ഞങ്ങ് മുഖം തിരിച്ച് ആ മനുഷ്യനെ പോലെ എന്നെ ആക്കല്ലേ റബ്ബേ. പിന്നെ കുട്ടി പാല് കുടിക്കാൻ തുടങ്ങി. കുറെ നേരം കഴിഞ്ഞ് മറ്റൊരു ദിവസം ഒരടിമ പെണ്ണിനെ ആ പെണ്ണിന്റെ വീട്ടുകാർ അടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. വഴിയിലൂടെ തെരുവിലൂടെ ഒരടിമ പെണ്ണിനെ ആളുകൾ കൂടി അടിക്കുന്നുണ്ട്. ഫഖാലതു ഉമ്മുഹു, ആ പിഞ്ചു പൈതലിന്റെ ആൺകുട്ടിയുടെ ഉമ്മ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഇബ്നി മിഥ്ല ഹാദിഹി, പടച്ചവനെ ഈ പെണ്ണിനെ അടി കൊണ്ടുപോകുന്ന ഈ പെണ്ണിനെ പോലെ എൻ്റെ കുഞ്ഞിനെ ആക്കരുതേ റബ്ബേ എന്ന് ആ പെണ്ണ് ദുആ ചെയ്തു. ഫതറക സദിയഹാ, പാലുകൂടെ നിർത്തിവെച്ചിട്ട് ആ കുഞ്ഞ് പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽനി മിഥ്ല, പടച്ചവനെ മിഥ്ലഹ, ആ പെണ്ണിനെ പോലെ എന്നെ ആക്കേണമേ എന്ന് കുട്ടി ദുആ ചെയ്തു. ഉമ്മ ചോദിച്ചു, ലിമദാക്, അങ്ങനെയൊക്കെ പറയുന്ന കുട്ടിയല്ലേ, മറുപടി പറഞ്ഞേക്കും, ലിമദാക്, എന്തിനാ മോനെ? മറ്റൊരാളെ കാണിച്ചപ്പോ അയാളെ പോലെ ആവണമെന്ന് ഞാൻ കൊതിച്ചപ്പോൾ നീ പറഞ്ഞു വേണ്ട എന്ന്, അങ്ങനെ ആവരുത് എന്ന്. ഈ പെണ്ണിനെ പോലെ അടികൊണ്ടു പോകുമ്പോ ഇവളെ പോലെ ആക്കരുതേ എന്ന് പറഞ്ഞപ്പോ അവളെ പോലെ ആക്കണേ എന്ന് നീ പറയുന്നു മോനെ, എന്തേ അതിന് കാരണം? ഫഖാല, ഈ അത്ഭുതമാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്. 3 മക്കൾ പിഞ്ചു പ്രായത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കഥയിലെ കുഞ്ഞാണ്. മറ്റൊന്ന് അസ്ഹാബുൽ ഹുദൂദിൽപ്പെട്ട ഈ കുണ്ടാരത്തിലേക്ക് ചാടേണ്ടി വന്ന നേരത്തെ കുഞ്ഞ്. പിന്നെ ഈ കുഞ്ഞാണ്. കുഞ്ഞുങ്ങളിൽ സംസാരിച്ചവർ വേറെയുമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം, ഫിർഔനിന്റെ കാലത്തെ ഫിർഔന്റെ മകൾക്ക് മുടിവാർന്നു കൊടുത്തിരുന്ന മാഷിത എന്ന മഹദിയുടെ കുട്ടി. അവരൊക്കെ സംസാരിച്ചവരാ. പക്ഷേ 3 മക്കളെ നബി തങ്ങൾ പറഞ്ഞ ഹദീസാണിത്. എന്തുകൊണ്ട് മോനെ ആ മനുഷ്യനെ പോലെ ആവരുതെന്നും ഈ പെണ്ണിനെ പോലെ ആവണമെന്നും നീ പറയുന്നു എന്ന് ഉമ്മ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞു മറുപടി പറഞ്ഞത്രേ, അറാകിബു ജബ്ബാറും മിനൽ ജബാബിറ, ഉമ്മ ആ വാഹനപ്പുറത്ത് മസില് കാണിച്ചു പോയ മനുഷ്യൻ ജബ്ബാറും മിനൽ ജബാബിറ, ആര് പറഞ്ഞാലും സത്യം സ്വീകരിക്കാൻ പറ്റാത്ത, സത്യം സ്വീകരിക്കാൻ സന്മനസ്സില്ലാത്ത അഹങ്കാരിയാണ് അയാൾ. അങ്ങനത്തെ ആളെപ്പോലെ ആവണമെന്ന് എങ്ങനെ ഉമ്മ നിങ്ങൾക്ക് പറയാൻ കഴിയും? വഹാദിഹിൽ അമ, എന്നാൽ ഈ അടിമപ്പെണ്ണ് യഖൂലൂന, ആളുകൾ അവരെ പറ്റി പറയുന്നുണ്ട്, സറഖതി, നീ മോഷ്ടിച്ചിട്ടുണ്ട് എന്നവളോട് പറയുന്നു, സനൈതി, നീ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, വലം തഫ്അൽ, ഉമ്മ ആ പെണ്ണ് നിരപരാധിയാണ്, ആ പെണ്ണതൊന്നും ചെയ്തിട്ടില്ല, ആളുകൾ വെറുതെ ആരോപിക്കുകയാണ്. നല്ലൊരു അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണവൾ. എന്നാൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് ആ സച്ചരിതയായ പെണ്ണിനെ പോലെ വ്യഭിചാരം ചെയ്യാതെ മോഷണം ചെയ്യാതെ ജീവിക്കലാണ് അടികൊണ്ടാലും നല്ലത്, സജ്ജനങ്ങളെ പോലെ ജീവിക്കലല്ലയോ. അതുകൊണ്ടാണ് ഉമ്മ ഞാനത് പറയാൻ കാരണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നു. അല്ലാഹു നൽകുന്നൊരു സന്ദേശമാണ്. കാലങ്ങളിൽ എവിടെയോ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ നുബുവത്തിന്റെ വെളിച്ചത്തിൽ പുണ്യനബി നമുക്ക് പറഞ്ഞു തരുന്ന അറിവുകളാണത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ ഒരു മനുഷ്യനെ നന്നാക്കുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്കറിയാൻ പറ്റാതെ പോയാൽ തന്നെയും നന്മ നന്മ തന്നെയാണ്, സ്വലാഹ് സ്വലാഹ് തന്നെയാണ്, സ്വാലിഹ് സ്വാലിഹാണ്, സ്വാലിഹത്ത് സ്വാലിഹത്ത് തന്നെയാണ്. ആളുകൾ എന്ത് പറഞ്ഞാലും എന്ത് തെറ്റിദ്ധരിച്ചാലും, എന്നാൽ പ്രത്യക്ഷത്തിൽ ആള് നല്ലവനാണെന്ന് തോന്നിയേക്കാം, പക്ഷേ മനസ്സുകൊണ്ട് ധിക്കാരിയാണ്, അല്ലാഹുവിനെ അനുസരിക്കാത്തവരാണെങ്കിൽ അവരെ പോലെ ആവരുത് എന്ന് പഠിപ്പിക്കുകയാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സജ്ജനങ്ങൾ വെളിച്ചം വിതറിയ വഴികളിലൂടെയാണ് നമുക്ക് നടക്കേണ്ടത്. മഹാനായ മുസ്അർ ഇബ്നു ഖുദാം റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനവറുകൾ ഒരു കാര്യം പറയട്ടെ, ഒരു സംശയവുമില്ലാത്ത ഹലാൽ ഞാൻ പറഞ്ഞു തരാം.
ഔ അഖുൻ സാലിഹുൻ യുഹ്ദി ഇലൈക ഹദിയ്യ. ഒരു മനുഷ്യന് പച്ചയായ ഹലാല് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടെണ്ണമാണ് ഇതിന് വഴിയെന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് മഹാനായ മുസ്അർ ഇബ്നു ഖുദാം റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ സംഭവം മഹാനായ അബൂ നഈം അൽ അസ്ഫഹാനി ഹില്യത്തുൽ ഔലിയായിൽ ഉദ്ധരിക്കുന്നു. എന്താണ് രണ്ട് കാര്യം? ഒന്ന്, അല്ലാഹു ഒഴുക്കുന്ന ഒരു പുഴയിൽ നിന്ന്, അല്ലാഹു ഒഴുക്കുന്ന ഒരു അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് ആരുടെയും ഒരു കിണറിന്റെ ഒരു മോട്ടറോ ഒരു കരണ്ടോ ഒന്നോടെ ഉപയോഗിക്കുന്നില്ല, അല്ലേ? നാച്ചുറലാണ്. ഒരു വാട്ടർഫാൾ, ഒരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കൗതുകമാണല്ലേ. നമ്മുടെ ടാങ്ക് തുറന്നു വിട്ടോക്കണം, വെള്ളച്ചാട്ടത്തിന്റെ അത്ഭുതം എത്രയാണെന്ന് അറിയാം. സ്വന്തം വീട്ടിലെ ടാങ്ക് ഒന്ന് അഴിച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ തീരൂലേ വെള്ളം? അള്ളാഹുവിന്റെ ടാങ്കിന്റെ വെള്ളമാണ് അനുസ്യൂതം ഈ ഒഴുകുന്നത്. നമ്മൾ ഉറങ്ങിയാലും വെള്ളച്ചാട്ടം ആതിരപ്പള്ളിയിലില്ലേ, ഇവിടെ പരിസരത്തുള്ളത് എനിക്കറിയില്ല, അതങ്ങനെ ഒഴുകുകയാണ്. നയാഗ്ര വാട്ടർഫാൾ മുതൽ കൊച്ചു കൊച്ചു വാട്ടർഫാളുകൾ മൂന്നാറിലില്ലേ, ഇടുക്കിയിലില്ലേ, അങ്ങ് വയനാടിന്റെ മലയോരങ്ങളിലൊക്കെ ഉണ്ട്. എത്രയാണ് അതിന്റെ സ്റ്റോറേജ്? ഇതൊക്കെ മലന്റെ മുകളിൽ നിന്നാണ് വരുന്നത്, അല്ലേ? അപ്പൊ അങ്ങോട്ട് മോട്ടർ ഇല്ലാതെ വെള്ളടിച്ച് കയറ്റണം. അള്ളാഹുവിന്റെ സിസ്റ്റം നോക്കണം. അവിടെ സ്റ്റോറേജ് ഒരു സ്പേസ് ഒന്നും അവിടെ ഇല്ലല്ലോ. ഭൂമിന്റെ ഉള്ളിൽ നിന്ന് വരണ്ടേ? എത്രയാണ് ഒഴുകുന്ന വെള്ളത്തിന്റെ വോള്യം? എത്ര ക്യൂബിക് മീറ്ററുകളാണ് ഒഴുകുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? എവിടുന്നാണ് ഈ സ്റ്റോറേജ്? എവിടുന്നാ അവിടെ ചെയ്ത് മേലോട്ട് കൊണ്ടുപോകും? താഴ്ത്തുന്നല്ലല്ലോ ഒഴുകുന്നത്, മേലെന്നല്ലേ വരുന്നത്. അടിയിൽ നിന്ന് വെള്ളം മേലോട്ട് കയറണം. നമ്മൾ ആലോചിക്കാറുണ്ട്, നമ്മളൊരു സെൽഫി ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ടാവും. ഇത് എത്ര വലിയ നിഅമത്താണ്. ഷല്ലാൽ വാട്ടർഫാളുകൾ എത്ര വലിയ അത്ഭുതമാണ്. എന്തെല്ലാം അത്ഭുതങ്ങൾ അവിടെ, എന്തെല്ലാം ഫിസിക്സ് അവിടെ വർക്കൗട്ട് ചെയ്യണം, എന്തെല്ലാം അല്ലാഹുവിന്റെ നാച്ചുറൽ റൂൾസ് അവിടെ അപ്ലൈ ചെയ്തിരിക്കണം. ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നോ ഒരു അരുവിയിൽ നിന്നോ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് അത് പ്യൂർ ഹലാലാണ്. അത് അള്ളാന്റെ വെള്ളമാണ്, അല്ലേ? മഹാൻ പറഞ്ഞത്, മുസ്അർ ഇബ്നു ഖുദാം തങ്ങൾ പറയുന്നത്, ഫുറാത്ത് യൂഫ്രട്ടീസ് നദിയിൽ നിന്നാണ്. യൂഫ്രട്ടീസ് നദി ദുനിയാവിലെ നദികളിൽ അഞ്ചാമത്തെ, ദുനിയാവിലെ നല്ല ലോകത്തുള്ള വെള്ളങ്ങളിൽ അഞ്ചാമത്തെ ശ്രേഷ്ഠമായ വെള്ളമാണ് യൂഫ്രട്ടീസ്. ഒന്ന്, പുണ്യ നബിയുടെ വിരലിൽ നിന്ന് നണപൊട്ടി ഒഴുകിയ വെള്ളം, നമുക്കിനി കിട്ടാനില്ല, സ്വഹാബത്ത് കുടിച്ചു കഴിഞ്ഞു. 2 സംസം. 3 ഹൗദുൽ കൗസറിലെ വെള്ളം, അത് സ്വർഗത്തിലെ ഉണ്ടാവുക. 4ാമത്തേത് നൈൽ നദിയിലെ വെള്ളം. 5ാമത്തേത് യൂഫ്രട്ടീസ് നദി. യൂഫ്രട്ടീസ് നദി മിനിഞ്ഞാന്നാ കണ്ടത്. യൂഫ്രട്ടീസ് ഒരു ഇറാഖിൽ ഒഴുകുന്നുണ്ട്. ഇവിടെ തുർക്കിയുടെ ഭാഗത്തുകൂടെ, തുർക്കിയുടെ ഷാംലി ഉർഫ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ച സ്ഥലം അവിടെയാണ്. അവിടെ യൂഫ്രട്ടീസിന്റെ ഒരു കൈവരി ഒഴുകുന്നുണ്ട്. എന്താ നിറഞ്ഞൊഴുകുന്ന വെള്ളം! ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ട സ്ഥലം ഞാൻ വിചാരിച്ചു വന്ന ചരിത്രത്തിൽ ഉണ്ടാവില്ല. ചെന്ന് നോക്കുമ്പോൾ എന്തൊരു മനോഹരം! അവിടെ വലിയൊരു മസ്ജിദാണ്. അത്ഭുതം എന്താണെന്നറിയോ? ആ തീയിലിട്ട ഇടം ഇപ്പൊ ഒരു പള്ളിയാണ്. അവിടം അല്ലാഹു നീ തണുപ്പായി മാറുക തീയെ എന്ന് പറഞ്ഞ ആ സംഭവത്തിന് ശേഷം അവിടെ നിന്ന് വെള്ളം ഉറവ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും വെള്ളത്തിന്റെ ഉറവയാണ്. അന്ന് തീയിട്ടെടുത്ത അല്ല ഇപ്പോഴും വെള്ളമാണ്. അന്ന് അത് തണുപ്പായി മാറിയെന്ന് മാത്രമല്ല, ഇപ്പോഴും വെള്ളമാണ്. ആ പള്ളിയിലേക്ക് അത്ര വലിപ്പമുള്ള പള്ളി, പക്ഷെ ഫുള്ള് ഗ്ലാസ് പാനലാണ്. അതിനടിയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു. ഇപ്പുറത്തൊരു തടാകം പോലെ വെള്ളമുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം എത്തി. ആ നാട്ടുകാരൊന്നും, എൻ്റെ കൂടെ അവിടുത്തെ ഒരു തുർക്കിക്കാരനായ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, അഹമ്മദ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിവിടെ കയറാറില്ല, ഖലീലുല്ലാഹി തീയിലിട്ട സ്ഥലല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇബ്രാഹിം നബി ജനിച്ച സ്ഥലം തൊട്ടപ്പുറത്ത്, അതിന്റെ മീതെ ഒരു മലയാണ്. ആ മലയുടെ മുകളിൽ ഖാറൂനിന്റെ കോട്ടയുണ്ട്, ഇപ്പോഴുണ്ട്. അവിടെ 2 മുനാരമുണ്ട്. ആ മുനാരം ഒരു മുനാരം പോലെ, ഒരു പഴയകാലത്തെ കോട്ടയുടെ അവശിഷ്ടം പോലെ. അതിന്റെ ഇടയിൽ നിന്നാണ് എത്ര ഇബ്രാഹിം നബിയെ മിഞ്ചനീക്കിലിട്ടിട്ട് ആ ഒരു ഖാനനിൽ നിന്ന് ഇബ്രാഹിം നബിയെ തൊടുത്തു വിടുകയാണ് ഉണ്ടായതെന്നല്ലേ. മേലെന്ന് താഴെ കിട്ടതാ, പെട്ടെന്ന് താഴേക്ക് വീഴും. ആ മലയുടെ ഒരു 100 മീറ്റർ 200 മീറ്റർ ഇപ്പുറത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിട്ട സ്ഥലം. അവിടെ വെള്ളമാണിപ്പോൾ, ഉറവയാണ്, നല്ല സമൃദ്ധം. ആ വെള്ളം കുടിക്കാൻ പറ്റും. ഞാൻ കുടിച്ചു. അതിന്റെ ഇപ്പുറത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജനിച്ച സ്ഥലമുണ്ട്. അതൊക്കെ അവിടെ മഖാമു ഖലീലില്ല, അങ്ങനെയാണ് അവർ പറയാ. വലിയൊരു മസ്ജിദ് ഉണ്ട് അവിടെ. ഇതിന്റെ താഴെ ഒരു മഗാറ, ഒരു ഗുഹയാണ്. അവിടെയും വെള്ളമാണ്. അത് ഈ തീയിട്ട സമയം മുതൽ വെള്ളം ഉറവിട്ട് ആ ഉറവ ആ ഗുഹയുടെ ഉള്ളിലും ഉറവയാണ്. അവിടെ ഇബ്രാഹിം നബിയെ കിടത്തിയ സ്ഥലമുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്ഭുതങ്ങൾ. ആളുകൾ, നൂറുകണക്കിന് ആളുകൾ വന്ന് സന്ദർശിക്കും. വലിയൊരു ഗവൺമെന്റ് ഏരിയയാണ്. അവിടെ ടിക്കറ്റ് ഒന്നുമില്ല, എല്ലാവർക്കും പോയി സന്ദർശിക്കാം.
ഇസ്തംബൂളിൽ നിന്ന് തുർക്കിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഫ്ലൈറ്റിന് യാത്ര ചെയ്യണം. അപ്പോഴാണ് ഷാംലി ഉറുഫയിലേക്ക് എത്തുക. അതൊക്കെ പഴയകാല ബാബിലോണിയയാണ്. പഴയകാലത്തെ ബാബിലോണിയയുടെ വലിയൊരു പ്രദേശം ഇപ്പോൾ തുർക്കിയുടെ സൗത്ത് ഈസ്റ്റിലാണ് കിടക്കുന്നത്. സൗത്ത് ഈസ്റ്റ്. സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അത്ഭുതങ്ങൾ ബാക്കി നിൽക്കുക. അവർ ഇബ്രാഹിം നബിയെ അവിടെ ഇബ്രാഹിം നബി മരിച്ചു കിടക്കുന്ന പോലെ അത്ര ബഹുമാനത്തിലാകാണ്. ചെരുപ്പൊക്കെ ഉരിവെച്ച് വളരെ ബഹുമാനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കപ്പെട്ട ഇടമാണ്. അവിടെ ചെന്ന് ദുആ ചെയ്യും. ഇവിടുത്തെ വലിയൊരു ജുമുഅത്ത് പള്ളിയുണ്ട്. സ്വലാഹുദ്ദീൻ അയ്യൂബി ഉണ്ടാക്കി വെച്ച വലിയൊരു ജുമുഅത്ത് പള്ളിയുണ്ട്. അവിടെ ഒരുപാട് അത്ഭുതങ്ങളുള്ള പള്ളി. 5 കമാനങ്ങൾ, ഇസ്ലാം കാര്യത്തിന്റെ 5 എണ്ണം, പിന്നെ 6 വലിയ കമാനങ്ങൾ, 6 ഈമാൻ കാര്യങ്ങൾ, പിന്നെ അശ്റത്തുൽ മുബശ്ശിരീങ്ങളുടെ എണ്ണത്തിന് ജനലുകൾ, അങ്ങനെ ഒരുപാട് ഹിക്മത്തുകളുടെ ഒരു വലിയൊരു ഒരു കൺസ്ട്രക്ഷനാണ് അവിടെ ചെയ്തിട്ടുള്ളത്. സ്വലാഹുദ്ദീൻ അയ്യൂബി വലിയ മഹാനാണ്. ഇസ്ലാമിന്റെ ആധാറുകൾ ലോകത്ത് നിലനിർത്തിയ വലിയൊരു നേതാവാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അവിടെ എവിടെ പോയി നമുക്ക് കാണാൻ പറ്റും. ഒക്കെ അവിടെ നിലനിൽക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഫുറാത്ത്, യൂഫ്രട്ടീസ് നദി അവിടെ ഒഴുകുന്നുണ്ട്. യൂഫ്രട്ടീസിന്റെ 5 വലിയ കൈവരികളിൽ ഒന്ന് ഈ ഷാംലി ഉറുഫയിലൂടെ, അൽ ഉറുഫ എന്നാണ് പ്രദേശത്ത് അറിയപ്പെടുക, അതിലൂടെയാണ് കടന്നു പോകുന്നത്. മഹാനവറുകൾ പറഞ്ഞു, ഏറ്റവും ഹലാലായ 2 കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ ഫുറാത്തിൽ പോയി, യൂഫ്രട്ടീസിൽ പോയി വെള്ളം കുടിക്കലാണ്. അല്ലെങ്കിൽ ഔ അഖുൻ സ്വാലിഹൻ യുഹദി ഇലൈക ഹദിയ, ഒരു നല്ല സ്വാലിഹായ ഒരു നല്ല കൂട്ടുകാരൻ, തട്ടിപ്പും വെട്ടിപ്പൊന്നും ഇല്ലാത്ത, നുണ പറയാത്തൊരു നല്ല മനുഷ്യൻ നിങ്ങൾക്കൊരു സമ്മാനം, ഒരു ഹദിയ കൊണ്ടുവന്നു. ഇത് 2 മനുഷ്യന് കിട്ടുന്നതിൽ ഹലാലായ 2 എണ്ണം ഉള്ളൂ എന്ന് മഹാനവറുകൾ, മഹാനായ മുസ്അബ് ഇബ്നു ഖുദാം റഹ്മത്തുള്ളാഹി തആല അലൈഹി, അതിനെ സംബന്ധിച്ചുള്ള ചില ചർച്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കാം. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മണിക്കൂർ 3 മിനിറ്റുമായി. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. بسم الله. രണ്ട് ഹലാലുകളെ സംബന്ധിച്ചാണ് മഹാനായ മുസ്അബ് ഇബ്നു ഖുദാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇതിൽ ഒരു ദാനം നൽകുന്നത്, നിങ്ങൾക്കൊരു സമ്മാനം ലഭിക്കുന്നത് പോലും ഒരു സ്വാലിഹായ മനുഷ്യനിൽ നിന്നാവണം എന്നൊരു നിഷ്കർഷത. ഞാൻ ആ ഭാഗമാണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത്. സ്വാലിഹീങ്ങളെ സംബന്ധിച്ചല്ലേ പറയണത്. ഒരാൾ തരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദാനം, ഒരു പൈസ തന്നു, ഒരു അത്ര കുപ്പി തന്നു, ഉദാഹരണം പറയാം, ഒരു ഈത്തപ്പഴം തന്നു, എന്തെങ്കിലും സമ്മാനം തന്നു, നിങ്ങളുടെ വിവാഹം നടക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു വിശേഷം നടക്കുക, നിങ്ങളെ സഹായിച്ചു, അത് തരുന്ന മനുഷ്യൻ ഒരു സ്വാലിഹാവണം എന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? സ്വാലിഹീങ്ങളുടേതല്ലേ സ്വീകരിക്കാൻ പാടുള്ളൂ, അല്ലാത്തത് സ്നേഹത്തോടെ നിങ്ങൾക്ക് നിരസിക്കാമല്ലോ. ഒരു മുഅ്മിൻ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് പ്രയാസം തോന്നും. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ തോന്നണ്ട. എന്നാലും ഞാനൊന്ന് പരിശ്രമിക്കട്ടെ എന്നാ പറയുന്നത്. ഖുലു ഇൻഷാ അല്ലാഹ്, അങ്ങനെ പറയാം. ഞങ്ങളെ കൊണ്ടാവൂലേ എന്ന് പറയരുത്. ഞങ്ങൾ പരിശ്രമിക്കാം, ഞാനും പരിശ്രമിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതെനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ്. സ്വാലിഹായ ഒരു മനുഷ്യനിൽ നിന്ന് കിട്ടുന്ന ഹദിയ.
രണ്ട് കാര്യത്തിനാണ് സമ്മാനങ്ങൾ നൽകുക, ഹദിയ നൽകുക. ഒന്ന് സ്നേഹം കൊണ്ട്, വെറും സ്നേഹം മാത്രം, വേറൊന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ്, അപ്പൊ ഞാനൊരു ഹദിയ കൊടുക്കും. പിന്നെ ഇഷ്ടമാണ്, മൂപ്പരിന്ന് എന്തെങ്കിലുമൊക്കെ മൂപ്പര വഴിക്ക് ഒരു ഉപകാരം എനിക്ക് കിട്ടേണ്ടതുണ്ട്, അത് ഉദ്ദേശിച്ചുകൊണ്ടും കൊടുക്കാം. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾക്കാണ് കൊടുക്കാം, അല്ലേ? ഒന്ന് സ്നേഹം, മറ്റൊന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം അയാൾ വഴി കിട്ടേണ്ടതുണ്ട്, അപ്പൊ കിടക്കട്ടെ, എന്നാ പിന്നെ ആ പേരും വെച്ച് നടക്കാമല്ലോ എന്ന ചിന്തയിലും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, തഹാദു ഫഇന്നൽ ഹദിയത തുളഇഫുൽ ഹുബ്ബ്. തഹാദു, നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ നൽകണമേ. പരസ്പരം അങ്ങോട്ടും കൊടുക്കണം, ഇങ്ങോട്ടും കൊടുക്കണം, രണ്ടുപേരും കൊടുക്കണം. ഒരാൾ വാങ്ങിക്കാൻ മാത്രം നിൽക്കരുത്. തഹാദു, നിങ്ങൾ സമ്മാനങ്ങൾ കൈമാറണമേ പരസ്പരം. ഇന്നൽ ഹദിയത തുളഇഫുൽ ഹുബ്ബ, കാരണം സമ്മാനങ്ങൾ സ്നേഹത്തെ ഇരട്ടിയാക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്മാനങ്ങൾ സ്നേഹത്തെ ഇരട്ടിയാക്കും. ഹദിയകൾ, ഒരു വീട് കുടിയിരിക്കുന്നു, നമ്മൾ ഹദിയ കൊടുക്കും, അല്ലേ? നമ്മുടെ നിയ്യത്തൊന്ന് നന്നാക്കിയാൽ മതി. കൊടുക്കുമ്പോൾ എന്താ പറയാ, ഞാൻ ഇപ്പൊ ഒരു കട്ടിൽ കൊടുക്കുന്നുണ്ട്, എന്റെ പുരപ്പണി നടന്നുകൊണ്ടിരിക്കുക, അപ്പൊ 2 കട്ടിൽ ഇപ്പൊ കിട്ടണം ഇയാളുടെ അടുത്ത് നിന്ന്, അപ്പൊ കിടക്കട്ടെ 1. അത് മോശമാണ്. നിങ്ങളുടെ ഉദ്ദേശം പോയി, കാശ് പോയി. അവിടെ ഉണ്ടാവോ? കാണേയില്ല, ലിസ്റ്റിൽ പോലും അല്ലാഹുവിന്റെ മലക്കൾ എഴുതുന്നില്ല. നേരെ മറിച്ച് എന്റെ കൂട്ടുകാരന് ഒരു ആവശ്യം വന്ന നേരമാണ്, ഞാൻ സഹായിക്കണം. തങ്ങൾ പറഞ്ഞു, നിഅമശ്ശൈഉൽ ഹദിയതു അമാമൽ ഹാജ. ഒരു മനുഷ്യന് ആവശ്യം വരുമ്പോൾ ഏറ്റവും നല്ല ഹദിയ, ഏറ്റവും നല്ലത് ഹദിയയാണ് ഒരു മനുഷ്യന് കൊടുക്കാൻ നല്ലത്. ഒരാവശ്യമുണ്ട് അയാൾക്ക്, ആശുപത്രി കേസുണ്ട്, മരുന്ന് വാങ്ങിക്കണം, ദുർബലനാണ്, ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അസുഖബാധിതനായി വീട്ടിൽ കിടപ്പാണ്. അങ്ങനത്തെ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും നല്ല സാധനം അൽ ഹദിയ, നിങ്ങൾ സമ്മാനമായി കൊടുക്കുന്നതാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ദാനം ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും കിട്ടണമെന്നുദ്ദേശിച്ച് ദാനം ചെയ്യാം. ആ കിട്ടണമെന്ന് വിചാരിക്കപ്പെടുന്നതിൽ നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. നല്ലതെന്ത്? ഏതുപോലെ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണമേ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരണമേ, അങ്ങനെ ഏതെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഹദിയ കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വല്ലതും ചെയ്യാനാണ് നിങ്ങൾക്ക് ദാനം ചെയ്യുന്നതെങ്കിൽ ആ ദാനം സ്വീകരിക്കരുതേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഒരാൾ സ്നേഹത്തോടെ ഒരു ദാനം ചെയ്താൽ അതിന് പകരം നിങ്ങൾ കൊടുക്കണമെന്നും പഠിപ്പിച്ചിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ബലുൽ ഹദിയത വയുസീബു അലൈഹാ. നബി തങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകപ്പെടുമ്പോൾ അത് സ്വീകരിക്കുകയും അതിന് പകരം തിരിച്ചു കൊടുക്കുകയും നബി തങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അന്ന് നബി തങ്ങൾ ഒരു മലഞ്ചെരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു അറാബിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടി വന്നു. മരുഭൂമികളിൽ അറാബികൾ ഉണ്ടാവും, ഇങ്ങനെ കാടിൽ താമസിക്കുന്നവർ. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു കപ്പ് പാല്, ഇതൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ. തങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ ആ മനുഷ്യൻ സഹായിച്ചു. നബി തങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു, കഴിക്കാൻ കൊടുത്തു അയാളുടെ അടുത്തുള്ളത്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് വന്നാൽ എന്നെ ഒന്ന് കാണണേ എന്ന് നബി തങ്ങൾ പറയുകയും ചെയ്തു. എന്തിനെന്നറിയോ? തങ്ങൾക്ക് ചെയ്തു കൊടുത്തതിന് പകരം ചെയ്യാൻ. നിങ്ങളുടെ അടുത്ത് അപ്പം ഒന്നുമില്ല, യാത്രയിലാണ്. നിങ്ങൾ മദീനത്ത് വരുമ്പോഴേ എന്നെ ഒന്ന് കാണാതെ പോകരുതേ, എന്നെ വന്ന് കാണണം. ആ മനുഷ്യൻ വന്നു മദീനത്തേക്ക്, തങ്ങളുടെ അടുത്ത് വന്നു. തങ്ങളോട് പറഞ്ഞു, നബിയെ ഓർമ്മയുണ്ടോ അന്ന് മരുഭൂമിയിൽ? ആ ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. സല്ലി ഹാജതക, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചോളൂ. അവർ പറഞ്ഞു, നബി എനിക്ക് പോകാൻ ഒട്ടകം വേണം, വാഹനം വേണം. അങ്ങനെയുണ്ട്, നാട്ടിലേക്ക് വന്ന് വിരുന്ന് വന്നതാ. എന്താ വേണ്ടത്? എനിക്കൊരു സ്വിഫ്റ്റ് കാർ വാങ്ങി തന്നാ കുഴപ്പമില്ല. അന്നത്തെ കാറല്ലേ ഒട്ടകം എന്ന് പറഞ്ഞാൽ. നബിയോട് ചോദിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം, ബസ്സിന് പോകാൻ ബസ് ഫെയർ അല്ലേ ചോദിച്ചത്, എനിക്ക് വാഹനം വേണം. തങ്ങളെ സ്വഹാബികളോട് സഹായിക്കാൻ പറഞ്ഞു. ഒരു ഒട്ടകം റെഡിയായി.
എന്തിനാ ഇതൊക്കെ ചെയ്യുന്നറിയോ? തങ്ങൾ ഇങ്ങോട്ട് സഹായിച്ചതല്ലേ, അതിന് പകരം ചെയ്തു കൊടുക്കാതെ. വീണ്ടും പറഞ്ഞു സൽനി ഹാജതക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു തരൂ. പറഞ്ഞു നബി, എനിക്ക് വളർത്താൻ കുറച്ച് ആടുകളെ വേണം. കുറച്ച് ആടുകളെ. അറാബിയാണ്, ചോദിക്കുന്ന കൈ കണക്കൊന്നുമില്ല. തങ്ങൾ കുറച്ച് ആടുകളെ സംഘടിപ്പിച്ചു. തങ്ങൾ ചോദിച്ചു വീണ്ടും ഇനി എന്താ വേണ്ടത്? നബിയെ, ഒരു നായ വേണം. ഈ ആടുകളൊക്കെ നോക്കാൻ ഒരു നായ വേണം. ആടുകളൊക്കെ കന്നുകാലികളെ നോക്കാൻ ട്രെയിൻ ചെയ്യപ്പെട്ട നായകൾ, മുഖല്ലിബീൻ ഖുർആൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ നായകൾ, കൃഷിക്ക് ഉപയോഗിക്കുന്ന നായകൾ, കൃഷി സംരക്ഷിക്കാൻ. അതും തങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് തങ്ങളുടെ മനസ്സിലൊരു വിഷമം, ഈ മനുഷ്യനോട് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, നബിയെ എനിക്ക് സ്വർഗം വേണം, എനിക്ക് അള്ളാന്റെ അടുത്ത് എത്തണം, അങ്ങയുടെ കൂടെ ഇങ്ങനെയൊക്കെ ചോദിക്കാമായിരുന്നല്ലോ. അളവൊന്ന് നായ വേണം, ആട് വേണം, ഒട്ടകം വേണം. തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തേ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ആ ഒരു വൃദ്ധയായ പെണ്ണിനെ പോലെ ആവാൻ നിങ്ങൾക്ക് എന്തേ പ്രയാസം? സ്വഹാബി എന്താ നബി ആ വൃദ്ധയുടെ കഥ? ചരിത്രം നമ്മൾ ഒരു വേളയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും മറന്നുപോയെങ്കിൽ ഓർപ്പിക്കാം. എന്താണ് ആ വൃദ്ധയുടെ കഥ നബിയെ? ആ പെണ്ണിനെ പോലെ നിങ്ങൾക്ക് ആയിക്കൂടെ? എന്താ നബി ആ പെണ്ണ് ചെയ്തത്? നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം മരണപ്പെടുകയും മഹാനവറുകളെ നൈൽ നദിയുടെ ഒരു കരയിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയും ചെയ്തപ്പോൾ, യൂസുഫ് നബി അലൈഹിസ്സലാം നൈൽ നദിയുടെ ഇക്കര നിന്നപ്പോ അവിടെ ഭയങ്കര ബർക്കത്തായിരുന്നു. അപ്പൊ ഇപ്പുറത്തെ നാട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ ഇങ്ങോട്ട് വരണം. നൈൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗമാണ് ജീസ, പിരമിഡൊക്കെ ഉള്ളത് നൈൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. അവിടെയാണ് രാജാക്കന്മാരുടെ ഖബറാണ് ഈ പിരമിഡ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ വയ്യത്ത വെക്കുക. ഇപ്പുറത്തെ നൈൽ നദിയുടെ കിഴക്ക് ഭാഗമാണ് രാജാക്കന്മാർ താമസിച്ച സ്ഥലം. അവര് കിഴക്ക് ഭാഗം ഉദയമാണ്, ഉയർച്ചയാണ്, അവിടെ താമസിക്കുന്നത്. അസ്തമയം മരണമല്ലേ, അവിടെ ഖബറായിക്കോട്ടെ. അങ്ങനെയാണ് പടിഞ്ഞാറ് ഭാഗം ഖബറിന് അവരാക്കിയത്. പിരമിഡുകളൊക്കെ കാണും നൈൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താ കാണാം. ഇരിക്കട്ടെ. അപ്പൊ ഇപ്പുറത്തെ മഹല്ലേര് പറഞ്ഞു, യൂസുഫ് നബി ഞങ്ങളെ നാട്ടിൽ ഒന്ന് വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്കും വേണം ബർക്കത്ത്. യൂസുഫ് നബി ഇപ്പുറത്ത് വന്നു. അവിടെ ഭയങ്കര ബർക്കത്തായി. യൂസുഫ് നബി അലൈഹിസ്സലാം വഫാത്താവുകയാണ്. മയ്യത്ത് എവിടെ വെക്കണം? ഇക്കരക്കാർ പറഞ്ഞു ഞങ്ങൾ വിട്ടുതരൂല. അക്കരക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ വിട്ടുതരില്ല. ഞങ്ങളുടെ നാട്ടിലല്ലേ മുമ്പുണ്ടായിരുന്നത്, ഞങ്ങളുടെ നാട്ടിലല്ലേ പഴയ മുദരിസല്ലേ, ഞങ്ങൾക്ക് വേണം. മറ്റൊരു ഞങ്ങളുടെ നാട്ടിലല്ലേ അവസാനം വന്ന് തീർച്ചെടുത്തത്, ഞങ്ങൾക്ക് വേണം. അങ്ങനെ അവസാനം രണ്ടു കൂട്ടർക്കും ആ ബറക്കത്ത് കിട്ടാൻ വേണ്ടി നൈൽ നദിയുടെ മധ്യത്തിൽ കുറെ ചെറിയ ചെറിയ ദ്വീപുകൾ പോലെ ഉണ്ട്. ഇന്ന് ചെന്ന കെയ്റോ നഗരത്തിലെ നൈൽ നദിയുടെ നടുവിൽ വരെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ദ്വീപുകളുണ്ട്. നൈൽ നദി വിശാലമായ വെള്ളമുള്ള നദിയാണ്. അറിയാലോ, 6600 കിലോമീറ്റർ ഓടുന്ന ലോകത്ത് ഒരേ ഒരു തെക്ക് നിന്ന് വടക്കോട്ടൊഴുകുന്ന നദിയാണ്. ഭയങ്കര അത്ഭുതമുള്ള നദിയാണത്. എല്ലാ നദിയും വടക്കും തെക്കോട്ടാ ഒഴുകുക. ഇത് തെക്ക് നിന്ന് വടക്കോട്ടൊഴുകുന്ന നദിയാണ്. ദ ലോങ്സ്റ്റ് റിവർ എവർ ഇൻ ദ വേൾഡ്. ഏതായിരുന്നാലും യൂസുഫ് നബി മറവ് ചെയ്തത് നൈൽ നദിയുടെ മധ്യത്തിൽ എവിടെയോ ആണ്. അതൊരു ഉമ്മക്ക് അറിയുള്ളൂ. മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലം. മൂസ നബി അലൈഹിസ്സലാം ഫലസ്തീനിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ വഹി വന്നു. അന്ന് ജനങ്ങൾ പറഞ്ഞു, മൂസ നബിയെ നമ്മളൊക്കെ യാത്രയാവുകയാണെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ താബൂത്ത്, മഹാനവറുകളെ ഒരു പെട്ടിയിലാക്കിയിട്ടാണ് മറവ് ചെയ്തത്. ചെളിയിലാണല്ലോ മറവ് ചെയ്തത്. ആ പെട്ടിയും കൊണ്ടുപോകണം. അവരുടെ വാപ്പ വല്ലിപ്പമാര് താമസിക്കുന്നത് ഹിബ്രോണിലാണ്, അൽ ഖലീലിലാണ്, ഫലസ്തീനിൽ. അവിടെ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന വസിയ്യത്തുണ്ട്. മൂസാ നബിക്കും വഹി കിട്ടി, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പൊ ഇത് എടുക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഒരുപാട് മരണശേഷം ഇത് വലിയൊരു അത്ഭുതമാണ്. കിതാബുകളിലൊക്കെ അതിന് വിശദീകരണം കാണാൻ പറ്റും. എവിടെയാണ് ഈ ഖബർ? ആർക്കും അറിയണില്ല. ഒരു വൃദ്ധയായ ഉമ്മണ്ട്. ആ ഉമ്മാക്ക് മാത്രമേ അറിയൂ മൂസ നബിയെ. ആ ഉമ്മയെ ഒന്ന് കാണിച്ചു തരൂ. അപ്പോൾ ആളുകൾ പറഞ്ഞു കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാം ഉമ്മേന്റെ അടുത്തേക്ക് പോവാ. നബി തങ്ങൾ കഥ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമ്മയെ പോലെ എന്താ ഇയാൾക്ക് ആവാൻ പറ്റാത്തതെന്നാ തങ്ങൾ ചോദിച്ചത്. ഇയാള് നായ വേണം, ആട് വേണം, ഒട്ടകം വേണം. ആ ഉമ്മ എന്താ ചോദിക്കുന്നത് എന്ന് നോക്കി. ആ ഉമ്മ ചോദിച്ച പോലെയെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചുകൂടെ എന്നാ തങ്ങൾ ചോദിച്ചത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ചൊല്ലിയാണ്. ഉമ്മയോട് ചോദിച്ചുമ്മ, അയിന താബൂത്ത് യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബിയുടെ താബൂത്ത് എവിടെയാണ്? യൂസുഫ് നബിയെ മറവ് ചെയ്ത ആ ഒരു ഖബർ എവിടെയാണ്? ഉമ്മ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരണമെങ്കിൽ ഒരു ഷർത്തുണ്ട്, ഒരു നിബന്ധനയുണ്ട്. എന്താ? ഞാൻ ചോദിക്കണത് തരേണ്ടി വരും. പൊന്നാരമ്മാങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നത്? നിങ്ങൾ തരുമെന്ന് ഉറപ്പുതാ എന്നാ ഞാൻ പറഞ്ഞുതരാം. ചോദിച്ചോളൂ. മൂസ നബിയേ, സ്വർഗത്തിൽ അള്ളാന്റെ പ്രവാചകരായ നിങ്ങളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റണം. അത് തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം.
മൂസാ നബി പറഞ്ഞു, പൊന്നാരുമ്മ, ആ ഖബർ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഇനി സ്വർഗമാണെന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓവറല്ലേ, ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തൂടെ? പറ്റൂല, എനിക്ക് തന്നെ വേണം. അല്ലാഹുവിന്റെ വഹി വന്നു, ഔഹല്ലാഹു ഇലാ മൂസ അൻ ഖുൽ ലഹാ, മൂസ നബിയെ ആ പെണ്ണിനോട് പറഞ്ഞോളൂ, അൻതി റഫീഖി ഫിൽ ജന്ന, നിങ്ങൾ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിലുണ്ട് എന്ന് പറഞ്ഞോളൂ മൂസ നബിയെ. ഫദല്ലത് അലാ ഖബരി, ആ നേരം മൂസ നബി പറഞ്ഞു, എന്നാ ശരി, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, സ്വർഗ്ഗം തരാം എന്ന് പറഞ്ഞിരും ഖബർ.